ഹായ് ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഒരു ലഡു തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് ചക്കക്കുരു ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചക്കയുടെ സീസണൊക്കെ അല്ലേ, അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഒരു 10-20 ചക്കക്കുരുവോളം വരും കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇത്തിരി താമസിക്കും എന്നുള്ളതൊന്ന് ചെറുതായിട്ടൊന്ന് എന്താ പറയുക, ഒരു കല്ല് കൊണ്ടൊന്ന് ചതച്ചിട്ടാലും മതിയാവും. മിക്സിയിലിട്ട് പൊടിക്കുകയൊക്കെ വേണ്ടേ. അപ്പോൾ ഞാൻ ആ ചക്കക്കുരു ആദ്യം ഒന്ന് വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നിലക്കടല. അപ്പോൾ അത് പച്ചക്കടല എൻ്റെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് നമുക്ക് ചിലവൊന്നുമില്ല. ഇപ്പോഴാണെങ്കിൽ ചക്കയുടെ ഒക്കെ നല്ല സീസൺ ആയതുകൊണ്ട് ഒരുപാട് ചക്കക്കുരുവൊക്കെ നമ്മുടെ കയ്യിൽ കാണും, എല്ലാവരുടെ വീട്ടിലൊക്കെ കാണും. അപ്പോൾ നമുക്കിതുപോലെ ഉണ്ടാക്കി നമ്മുടെ മക്കൾക്കും കൊടുക്കാം, നമുക്കും കഴിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നിലക്കടലയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റാം മുറത്തിലേക്ക്. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ, 1 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് അതിൻ്റെ ജലാംശം എല്ലാം ഒന്ന് മാറിക്കിട്ടണം. അത്രയും മതിയാവും. നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. വെള്ളമയം ഒന്ന് മാറിക്കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം, ഒരുപാട് നിറമൊന്നും മാറിപ്പോകരുത്, ആ ഈർപ്പമയം ഒന്ന് മാറിക്കിട്ടണം കേട്ടോ. അപ്പോൾ അതും കൂടെ തേങ്ങ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചക്കക്കുരുയുടെ മേൽത്തൊലി മാത്രമേ മാറ്റുന്നുള്ളൂ. പക്ഷേ ഈ തൊലിയൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക, ഷുഗറുള്ളവർക്കൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അതാ ചക്കക്കുരു എല്ലാം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുവിധം ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ബാക്കി ചേരുവകളും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാനിതാ കുറച്ച് വറുത്ത് വെച്ചിട്ടുള്ള കപ്പലണ്ടി, വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് കറക്കിയെടുക്കാം. അപ്പോൾ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് ഫൈനായിട്ട് അങ്ങ് പൊടിഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം. ആ രീതിക്ക് വേണം നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഇതൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ നിലക്കടലയിൽ തന്നെ ഒരു ചെറിയ എണ്ണമയൊക്കെ ഉണ്ടറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ച് വേണം നമുക്കിത് അടിച്ചെടുക്കാനൊക്കെ. നെയ്യ് വേണമെന്നുള്ളവർക്ക് ഒരല്പം നെയ്യും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്കിതുപോലെ ഒന്നിത് ഉരുട്ടിയെടുക്കാം. ചെറിയ ഉരുളകളാക്കി നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കാം. അപ്പോൾ നിങ്ങളിതുപോലെ എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ആ കപ്പലണ്ടിയും ചക്കക്കുരുവും തേങ്ങയൊക്കെ കടിക്കാൻ കിട്ടുന്നതുകൊണ്ട് ആവശ്യത്തിനുള്ള മധുരവും ആ ഏലക്കായുടെ മണമൊക്കെ ആയിട്ട് നല്ല കിടിലൻ ലഡുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റൊക്കെ കാണുമ്പോഴോ ഒന്നുകൂടെ വീഡിയോ ഇടണമെന്നുള്ള ഒരു ഉത്സാഹമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എനിക്ക് കമൻറ്റുകളൊക്കെ അറിയിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വലിയ താങ്ക് യു. അപ്പോൾ കാണാൻ തന്നെ നല്ല രസമല്ലേ. നമ്മൾ ഈ കടയിൽ നിന്ന് കളറൊക്കെ ചേർത്ത് ചെയ്യുന്നേക്കാളും നമുക്ക് വീട്ടിൽ ഇതുപോലെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ അടിപൊളിയായിട്ടുള്ള ലഡുവൊക്കെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബായ്.